എന്തോ? നീ ഭാഗ്യമില്ലാത്തവളല്ല. എന്റെ മോള് ഭാഗ്യമില്ലാത്ത കുട്ടിയല്ല. എന്താമേ പറഞ്ഞു കൊടുക്ക രാധേട്ടാ. എന്തിനോട് പറയ രാധേട്ടാ, എന്റെ മോളറിയട്ടെ. നീ സമാധാനമായിട്ടിരിക്കെ, ഒക്കെ പറയാം. നീ ഇങ്ങോട്ടിരിക്കെ. എന്താ വല്ലിച്ച? മോളെ, നീ അച്ഛനില്ലാത്ത കുട്ടിയല്ല. അച്ഛനുണ്ട് നിനക്ക്. നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്താ വിശ്വാസം വരണില്ലേ? അവളുടെ നോട്ടം കണ്ടോ മാല ചേച്ചി? കാര്യം പറയുന്നുണ്ടോ? വല്യച്ഛൻ മോളുടെ അച്ഛനെ കണ്ടു. ഈശ്വര, എവിടെ? ഈ കന്യാകുമാരിയിൽ വെച്ച് ഇന്നലെ രാത്രി. എന്നിട്ട് എവിടെ? അച്ഛൻ വരില്ലേ വല്യച്ഛ? വല്യച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വന്നു? ഉവ്വ പറഞ്ഞു. പക്ഷേ മോളുടെ അച്ഛൻ... എന്താ രാധേട്ടാ, ബാലേട്ടൻ വരില്ല? നിർമ്മലേ, അയാളിപ്പോ പഴയ ബാലനല്ല, സന്യാസിയാണ്. സ്വാമി ആത്മചൈതന്യ. അയാൾ വരില്ല. ആരും ആയിക്കോട്ടെ രാധേട്ട, സന്യാസിയോ വേദാന്തിയോ ആരും ആയിക്കോട്ടെ, എന്റെ മോൾക്കൊന്ന് കണ്ടൂടെ? അയാൾക്കൊന്നും കേൾക്കുകയും അറിയുകയും വേണ്ടെന്ന് പറഞ്ഞു. നിന്റെ കഴുത്തിൽ അണിയിച്ചിരുന്ന താലി കടലിൽ സമർപ്പിക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞാലുടനെ മടങ്ങുന്നും പറഞ്ഞു. അച്ഛൻ ജീവിച്ചിരുന്നിട്ടും ഒരു താമ്പൂലം കൊടുത്ത് അനുഗ്രഹം വാങ്ങാൻ ഭാഗ്യമില്ലാതായിപ്പോയല്ലോ എന്റെ മോൾക്ക്. താലിയുടെ ബന്ധം പോലും ഉപേക്ഷിക്കാൻ വന്ന ആൾക്കാണോ മോളുടെ കല്യാണം?